ഉണ്ണികൃഷ്ണൻ പോറ്റി കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ ഇത് നടക്കില്ല മിസ്റ്റർ പിണറായി വിജയൻ. അതാണ് ബിജെപി ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കടകം തിരിഞ്ഞുകൊണ്ട് മൗനമായിട്ടിരിക്കുന്നത്. കടകംപള്ളിയുടെ മൗനം എന്ന് വഞ്ചിക്കുന്നുവോ ആ കടകംപള്ളിയുടെ മൗനത്തിന്റെ വഞ്ചനമാണ് പിണറായി വിജയനിലേക്കുള്ള ദൂരം. ഈ സ്വർണ്ണ കൊള്ളയിൽ എന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല എണ്ണം പറഞ്ഞ നട്ടലുള്ളവരാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കേരള നിയമസഭയിൽ നിങ്ങളുടെ മകനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കണ്ണുരുട്ടിയാൽ, നിങ്ങൾ ഭയപ്പെടുത്തിയാൽ ഇരിക്കാനുള്ളവരെ അവിടെ ഉള്ളൂ. അതാണ് കേരളത്തിന്റെ ശാപം, അതാണ് കേരളത്തിന്റെ ഗതികേട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ ശ്രീമാൻ വി ഡി സതീശൻ, ബോൺവിറ്റ് കലക്കി കൊടുക്കും പിണറായി വിജയന്. പിണറായി വിജയൻ വിയർത്ത് കഴിഞ്ഞാൽ ടവലെടുത്ത് തുടയ്ക്കാൻ കൊടുക്കും. പിന്നെ പറയും ഞാൻ നിയമസഭയിൽ ഇങ്ങനെയൊക്കെ പറയും. കാരണം എന്താണ്? പിടിച്ചു നിൽക്കണ്ടേ. നമ്മൾ അയ്യപ്പന്റെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോ, നമ്മൾ ഒരു മാസക്കാലം തെരുവിൽ അലഞ്ഞപ്പോ, ആ അയ്യപ്പന് വേണ്ടി ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോ വേദനിക്കാത്ത കോൺഗ്രസുകാരിൽ പലരും മാർക്സിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ തീരുമാനമെടുത്തു. ഇവരെ ഇനി ലോകസഭ കാണിക്കില്ല, ഡൽഹിയിൽ ലോകസഭ കാണില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്ന് ജനം തീരുമാനമെടുത്തപ്പോ, പ്രിയപ്പെട്ടവരെ, അവരെ പരാജയപ്പെട്ട് കേരളത്തിന്റെ മണ്ണിൽ പോയത് കോൺഗ്രസുകാരന്റെ പണിമിടുക്ക് കൊണ്ടല്ല, ജ്യോതിയുടെ കഴിവ് കൊണ്ടല്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞാനും നിങ്ങളും ചേർന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചേർന്നാണ് മേലനങ്ങാതെ ചാനൽ മുറിക്കകത്തിരുന്ന പൗഡർ കുട്ടപ്പന്മാരൊക്കെ ജയിച്ച് MP മാരായിട്ട് ഡൽഹിയിൽ പോയത്. നിങ്ങൾ ഞങ്ങളുടെ ശ്രീധരൻപിള്ളയെ അപമാനിച്ചു.